ആരാണ്? ഞാനാണ്. ഞാനാണ്. ആ, നീയാ? മനുഷ്യൻ്റെ നല്ല ജീവനങ്ങ് പോയല്ല. ഞാൻ വന്നപ്പോ ഇവിടെ വാതിൽ തുറന്നിടക്കണ്ടായിരുന്നേ. കോളിംഗ് ബെല്ലടിക്കണ ഒച്ചയൊന്നും കേട്ടില്ലേ? ഞാനിവിടെ വന്ന് നോക്കിയപ്പോ ആരെയും കണ്ടില്ല. അപ്പൊ പുറത്ത് ഒരു ഒച്ച കേട്ടപ്പ ഞാൻ അവിടെ നോക്കണേരുന്നു. ചേച്ചിനെ അവിടെ എങ്ങാനും ഉണ്ടാന്ന് അറിഞ്ഞൂടല്ല. എന്നാലൊന്ന് വിളിച്ചൂടായിരുന്ന? ഇടുക്കി. ആ, കല്യാണത്തിനൊന്നും കണ്ടില്ലല്ല. എവിടെ പോയിരുന്നേച്ചി മോള്? ഞാൻ ആശുപത്രിയിലായിരുന്നല്ല. അപ്പം എനിക്ക് കല്യാണത്തിന് അതാണ് വരാൻ പറ്റാണ്ടിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന? ആ, എല്ലാവരും വന്ന് വിളിച്ചവര് അങ്ങനെ എല്ലാവരും വന്ന്. ഒരു 3-4 കുടുംബക്കാർ വന്നില്ല. ചേട്ടല്ലേ, അവർക്ക് വേറെ എന്തോ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവർ മാത്രം, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടാ, അവർ വന്നില്ല. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ നല്ലായിരുന്നെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ ചേട്ടനോട് കുറെ കാര്യങ്ങൾ, പിന്നെ ചേട്ടനൊന്നും അങ്ങനെ വിട്ടു പറയാത്തൊരു കൂട്ടത്തിലാണ്. വരാ, ഭക്ഷണം കഴിക്കാൻ പോവാ. ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. ഒരഭിപ്രായം ഒന്നിനും ഇല്ലാത്തൊരാളാണ്. എവിടെ മരുമോളെവിടെ? ഞാൻ മരുമോളെ കാണാനാണ് വന്നത്. അവള് അവിടെ അടുക്കളയിലുണ്ട്. ഞാനേ കുറച്ച് ദോശക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അത് അടിച്ചു വെക്കാൻ പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോയതാണ്. വിളിക്കാം. ദീപമോളെ, ദീപമോളെ. ആ, മോൾക്ക് അങ്ങനെ ആരെയും അത്രക്ക് അങ്ങോട്ട് പരിചയമായിട്ടില്ല. മോള് ജോലിക്ക് പോണ്ടല്ലേ? ആ, ഇൻഫോ പാർക്കിൽ ലീവ് എടുത്തേക്കാണ് ഒരാഴ്ച. അടുത്ത ആഴ്ച തൊട്ട് കയറണം. അടുത്ത തിങ്കളാഴ്ച തൊട്ട് പോയാൽ മതി. ജോലിയുള്ള മരുമോളെ കിട്ടണത് ഒരു ഭാഗ്യമാണ്. അവൻ്റെ കല്യാണമായിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയി കണ്ട് പെണ്ണിനെയൊക്കെ ഇഷ്ടപ്പെട്ട്. ഇനി അവരിവിടെ നിന്ന് അടുത്ത ഞായറാഴ്ച വരും. അപ്പം പെട്ടെന്ന് ഉണ്ടാവും അടുത്ത് തന്നെ. അവന് കല്യാണമായാ? ആഹാ. എവിടെ നിന്നാണ് പെണ്ണ്? പെണ്ണ് ഇങ്ങനെയൊന്നല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവന് ഇഷ്ടപ്പെടൂല. അവൻ ഇച്ചിരി വണ്ണമൊക്കെ കുറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള പെണ്ണാണ്. ഞങ്ങൾക്കും അങ്ങനെയായിരുന്നു മനസ്സിൽ. അപ്പം ഇതിപ്പോൾ രണ്ടാമത്തേന് പെണ്ണാണെന്നത്. രണ്ടാമത്തെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി വണ്ണമൊക്കെ കുറഞ്ഞ് നല്ല ഭംഗിയുള്ള കുറേ മുടിയൊക്കെ ഉള്ളൊരു പെണ്ണാണ്. നല്ലതാണ്. ഇതുപോലെയൊക്കെ ആണെങ്കിൽ അവന് ഇഷ്ടപ്പെടില്ല. വണ്ണമുള്ളവരൊന്നും അവൻ അത്ര ഇഷ്ടമല്ല. ആ, അവനും പിന്നെ കുറച്ച് വണ്ണമൊക്കെ കുറഞ്ഞിട്ടാണല്ലോ. മോള് എന്തെങ്കിലും ജിമ്മിലൊക്കെ പോകണ്ട? വണ്ണമൊക്കെ കുറക്കണമെന്നല്ലേ? വണ്ണമൊക്കെ ഇപ്പോഴേ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വണ്ണമാണെങ്കിൽ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്താകും കോലം? എനിക്കാണെങ്കിൽ അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കാണാൻ ഇഷ്ടമല്ല. വണ്ണത്തിലൊക്കെ എന്തിരിക്കണ്? നമുക്ക് നല്ല പെങ്കൊച്ചായിരിക്കണമെന്നുണ്ടായിരുന്നുള്ളൂ. അതുപോലെ എല്ലാം ഒത്തു കിട്ടി. ഭക്ഷണമൊക്കെ കുറെ കഴിക്കായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ ചേച്ചിക്ക് സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ഇരട്ടി എല്ലാം വെച്ചുണ്ടാക്കേണ്ടി വരും. ചേച്ചി ഇവിടെ 100 രൂപക്ക് മീൻ മേടിച്ച് 4 ദിവസമൊക്കെ തിന്നണ ആളാണ്. മോള് രാവിലെ എഴുന്നേറ്റിട്ട് നടക്ക്. ഒരു
5:30 മണിക്കൊക്കെ എഴുന്നേറ്റുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആ പാലം വരെ നടക്കാം. അപ്പം നടന്ന് ഒരു ഒരു മാസം 1.5 മാസമൊക്കെ കഴിയുമ്പോഴേക്കും കുറേയൊക്കെ കുറയും. വേറെ അസുഖമൊന്നും ഇല്ലെങ്കിലട്ടാ. വല്ല അസുഖത്തിൻ്റെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വണ്ണം കുറേ പാടായിരിക്കും ചേച്ചി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഓടിപ്പിടിച്ച് വന്നിട്ടത് വെറുതെ ആയി. കാണാൻ നല്ല ചന്തമുള്ള പെണ്ണായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചതേ. ഇതിപ്പ കുഴപ്പമില്ല. ഞാൻ പറയണ പോലെ നമ്മൾ ഓടയൊക്കെ ചെയ്താൽ മതി. പിന്നെ ഭക്ഷണമൊക്കെ കുറച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ണമൊക്കെ കുറയും. അപ്പൊ സുന്ദരി ആവുമായിരിക്കും. അയ്യോ, ഞാൻ പറയണോണ്ട് മോളൊന്നും വിചാരിക്കരുത് കേട്ടാ. ഞാൻ എല്ലാം അങ്ങനെ തുറന്ന് പറയണ ഒരു ടൈപ്പാണ്. മോളെന്നാ പൊക്കോ. മോക്ക് അമ്മനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അടുക്കളയിൽ പണി കഴിഞ്ഞായിരുന്ന? ആ, കഴിഞ്ഞമ്മേ. എന്നാ മോള് പൊയ്ക്കോട്ടാ. ശരി കേട്ടാ. ആ, ചെല്ലി ചെല്ലി. എന്നാലും എൻ്റെ ചേച്ചി ഇതെന്ത് കോലോണി പെണ്ണ്. ഇത്തിരി കൂടി വണ്ണം കുറഞ്ഞൊരു പെണ്ണിനെ നോക്കായിരുന്നില്ലേ? എൻ്റെ പൊന്നു ശീലേ, എന്താണ് ഈ പറയണത്? ഒരാളുടെ ശരീരപ്രകൃതി നോക്കിയിട്ടാണ് അയാളുടെ സ്വഭാവം നമ്മ വിലയിരുത്തണത്. ഞങ്ങൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ മോനും ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിച്ചു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം ഇതുവരെ അവർക്കൊരു കുഴപ്പമില്ല. സൗന്ദര്യത്തിനോ അല്ലെങ്കിൽ വണ്ണത്തിനോ ഞങ്ങളങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരല്ല. അതൊക്കെ ഇപ്പം പറയും. കുറേ നാൾ കഴിയുമ്പോൾ അറിയാം. ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെയാകും. പിന്നെ അപ്പിരുന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ലെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഞാനങ്ങനെ വണ്ണവും മെലിഞ്ഞത് അതൊന്നും നോക്കിയിട്ടൊന്നുമല്ല എൻ്റെ മോന് പെണ്ണിനെ നോക്കിയത്. അവനെ നല്ലോണം നോക്കണ്ടായിരിക്കണം. അതിലെനിക്ക് 100% ഉറപ്പുണ്ട്. ഇനി അതിലെന്തെങ്കിലും മാറ്റം ഏതെങ്കിലും കാലത്ത് വന്നാൽ അന്നോർത്ത് ടെൻഷൻ അടിച്ചാൽ പോരെ. ഇപ്പോഴേ എന്തിനാണ്? എന്തെങ്കിലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പോണ വഴിക്ക് മുഴുവനും എൻ്റെ മരുമോളുടെ കുറ്റം പറഞ്ഞ് നടക്കണ്ട കേട്ടാ. ശീല പറഞ്ഞെന്ന് ആരെങ്കിലും പറഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ലതായിരിക്കില്ല. എനിക്കല്ല, ശീലക്ക്. ഞാൻ ആരോട് പറയാനാണ്? ഞാൻ ആരോട് പറയൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിലോട്ട് നേരെ അങ്ങ് പോകും. എന്നാ പിന്നെ ഇറങ്ങിക്കോ, സമയം കളയണ്ട. ഞാൻ പോണു. അമ്മേ, അവർ പോയി. ആണ് മോക്ക് വിഷമായ അവര് പറയണ കേട്ടിട്ട്? കുഴപ്പമില്ലമ്മേ. അത് ഞാനങ്ങനെ ഇടയ്ക്ക് കേൾക്കാറുള്ളതാണല്ലോ, അതുകൊണ്ട് എനിക്കത് ഒന്നും തോന്നിയില്ല. അല്ല, ഞങ്ങളുടെ കുടുംബശ്രീയിലുള്ളതാണ്. പിന്നെ ഇവിടെ അടുത്ത വീടാണ്, 4 വീടപ്പുറം. ഒരു ജാതി സ്വഭാവമാണ് മോളെ. അതിന് എന്ത് പറയണം, എങ്ങനെയൊക്കെയാണ് പെരുമാറണമെന്നൊന്നും അറിഞ്ഞൂടാ. അതാണ് ഞാൻ അത്ര അടുപ്പിക്കാറില്ല. പിന്നെ കല്യാണത്തിൻ്റെ അന്നേ അവരുടെ എന്തോ ഏതോ ഒരു ബന്ധു ഒരു പാടില്ലാഞ്ഞിട്ട് അവിടെ പോയിക്കണിരുന്നു. അത് കാരണം എൻ്റെ കെട്ടിയാനാണ് വന്നത്. അപ്പോൾ മോളെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ്. എന്നോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വായെടുത്താൽ ഇതേപോലെ എന്തെങ്കിലും
മറ്റുള്ളവർക്ക് വിഷമാവണ വർത്താനം പറയുള്ളൂ. അതാണ് ഞാൻ കാരണം അമ്മക്ക് വിഷമായ എന്നാണ്. മോള് അവര് പറയണതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. എനിക്കും മോനും ഇവിടുത്തെ അച്ഛനും ഒക്കെ മോള് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ. അപ്പൊ വണ്ണത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ അമ്മക്ക് വണ്ണമില്ലേ. അപ്പൊ അതൊന്നും മോള് വലിയ കാര്യമാക്കണ്ട കേട്ടാ. അത് പറഞ്ഞ അതൊരു വായ പോയ കോടാലിയാണ്. മോള് അതോർത്ത് വിഷമിച്ചാലാന്നോർത്ത് അമ്മ പറഞ്ഞതാണ് കേട്ടാ. മോളമ്മനെയും വിധുവിനെയും അച്ഛനെയും മാത്രം നോക്കിയാൽ മതി. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മോള് ടെൻഷൻ അടിക്കണ്ട. പിന്നെ വണ്ണം എന്ന് പറയണതൊന്നും വലിയ ഒരു കുറവായിട്ട് എനിക്ക് തോന്നണമൊന്നുമില്ല കേട്ടാ. അത്ര വലിയ വണ്ണമൊന്നുമില്ല. മോള് സുന്ദരി തന്നെയാണ്. അമ്മനെ വിളിച്ചിട്ട് അങ്ങോട്ട് വാട്ടാ, അമ്മ ചായ എടുത്ത് വെക്കാം.